കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഒരു വിവാഹത്തിന് തിരുവനന്തപുരത്തെ ശ്രീമൂലം ക്ലബ് ഹാളിൽ വെച്ച് ഞാൻ പാർവതിയെ കണ്ടു. എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്നെ കണ്ട ഭാവം അല്ലെങ്കിൽ പരിചയമുള്ള ഭാവം പാർവതി കാണിച്ചില്ല. ഇതല്ലേ കോലം. ആരിവനാ ഓണോടോ? അത് തമാശ. മോനേതാ? ജയറാമിനോട് എനിക്കുള്ള ഈ പിണക്കം അതാണ് പാർവതിയുടെ മുഖത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. ആണ്ട 100% അപരിചിതയെ പോലെ നിന്നു സുഹൃത്തുക്കളായ ചില നടികളുടെ കൂടെ. അങ്ങനെ വിട്ടുകൂടല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നിൽ ചെന്ന് പാർവതിയുടെ മുതുകത്ത് ഒരു വിരൽ വെച്ച് ഞാനിങ്ങനെ തൊട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭവ്യതയോടെ, കൃത്രിമമായ ഭവ്യതയോടെ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ് എന്നാണ്. എനിക്കറിയാം എന്ന് തൂറി എറിഞ്ഞ മാതിരി പാർവതി ഉത്തരം പറഞ്ഞു. സത്യത്തിൽ ആ ദേഷ്യം, നിസ്സഹായയായ മുഖം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അവിടെ നിന്ന് ചിരിക്കാൻ പറ്റുമോ? പാർവതി കൂടുതൽ ദേഷ്യപ്പെടില്ലേ? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. സ്വയംവരപ്പന്തലിൻ്റെ ഡബ്ബിങ്ങിന് ജയറാം വന്നപ്പോൾ മകൻ കണ്ണൻ എന്ന കാളിദാസനെയും കൊണ്ടുവരുമായിരുന്നു. അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. എന്ത് നല്ല ക്യൂട്ടായ കുട്ടിയായിരുന്നു എന്നറിയോ കുട്ടിക്കാലത്ത് കണ്ണൻ. എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്ത സമയമായിരുന്നു സിബിമലയിലെ. അതിലും മികച്ച നടൻ്റെ, ബാലനടൻ്റെ അവാർഡൊക്കെ വാങ്ങിച്ചതാണ്, സംസ്ഥാന അവാർഡ്. ഇതൊക്കെ എന്ത് തമിഴനായി ജയറാം വളർത്തിയതിൻ്റെ കുഴപ്പം കണ്ണനുണ്ടത്രേ. ശരിക്കും അണ്ണാച്ചിയായി പോയി കണ്ണൻ. സൂക്ഷിച്ചു. മലയാളം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ഹാപ്പി സർദാറിൻ്റെ സെറ്റിൽ മലയാളം ഡയലോഗ് ഇംഗ്ലീഷിൽ എഴുതിയെടുത്ത് പഠിച്ച് പറഞ്ഞതാണത്രേ. കേട്ടപ്പോൾ എനിക്ക് ജയറാമിനോട് പുച്ഛമാണ് തോന്നിയത്. നല്ല മലയാളി പയ്യനായി വളർത്താതെ തമിഴനാക്കാൻ കൊണ്ടുപോയി. തമിഴുമില്ല, മലയാളവുമില്ല. ഇപ്പോൾ തള്ളയെങ്കിലും മലയാള മക്കളെ മലയാളം പഠിപ്പിക്കണമായിരുന്നു. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. പോട്ടെ, ഇനി നടക്കില്ലല്ലോ. കാരണം കതിരിന്മേൽ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പറയാൻ വന്നത്, നടി ഉഷാ ഹസീനയുടെ സഹോദരൻ അനുജൻ ഒന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ഇനിയും സമയം വൈകിട്ടില്ല, 3-4 വർഷമല്ലേ പോയുള്ളൂ. ഒന്ന് പോയി കാണണം ജയറാമേ. പടത്തിന് എന്തെങ്കിലും തട്ടുപറ്റിയാൽ ഞാനില്ലേ ഹസീബേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ മോനോട് എല്ലാ വെളുപ്പാങ്കാലത്ത് ഒഴിച്ച് പറയും, ഹസീബാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഹാപ്പി സർദാർ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് പോയി കാണു ജയറാമേ. ഞാൻ ജയറാമിനോട് ചോദിക്കുന്നതേ, നിങ്ങൾ മിമിക്രി കളിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടാക്കും?
നിങ്ങൾ സിനിമാ നടനായി ഭാഗ്യവാനായ സിനിമാ നടനായപ്പോൾ എത്ര കോടി സമ്പാദിച്ചു. ജയറാമിനും പാർവതിക്കും 2 മക്കൾക്കും ഒരു ദിവസം കഴിയാൻ എത്ര രൂപ വേണം? എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? നിങ്ങളിൽ ഒരുപാട് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് മദ്രാസിലെ ചോളയിൽ ചെന്നിട്ടേ നിങ്ങളും പാർവതിയും 2 മക്കളും കൂടെ ചേർന്ന് 4 ഊണുണ്ണോ? ഓരോ ഊണല്ലേ ഉണ്ണാൻ പറ്റൂ. അല്ല, ഞങ്ങളിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 4 ഊണ് വീതം ഉണ്ണും എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത് ശരി. അത് ശരിയാണല്ലേ. എന്തെങ്കിലുമൊക്കെ ആ ഹസീബിനെ സഹായിക്ക്. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ചെറിയ മോചനം കിട്ടണമെങ്കിൽ ആ ഹസീബിനെ എന്തെങ്കിലും സഹായിക്ക് പോയി കണ്ടു. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. എൻ്റെ എന്താ പറയുക, ഞാനെപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞാൽ സത്യ. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. നന്ദി മാത്രമല്ലേ. ബൈ ഹസീബ്. പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. മോളോട് പറയണം, മോൾക്ക് എല്ലാ ആശംസകളും പറയണം. എന്നിട്ട് ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നുണ്ട് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവ. ഓക്കെ, ബൈ. 5 വർഷം 4 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ് കേട്ടാ. ഇതും 4 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.